ഒന്നും കൂടി ചോദിക്കുകയാണ്. ഈ പറഞ്ഞ കണക്ക് പുരുഷന്റെ വിഷയമാകുമ്പോൾ അത് പുരുഷന്മാരെ എങ്ങനെ ഒരു വില കൊടുത്ത് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ സ്ത്രീകളുടെ വിഷയം വരുന്ന സമയത്ത് അവൾക്കൊപ്പമാണ് എന്ന് പരക്കെ പറയുമെങ്കിലും അവൾക്ക് വേണ്ടി വാദിക്കാനോ സംസാരിക്കാനോ പലപ്പോഴും സ്ത്രീകൾ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നൊരു സാഹചര്യം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. നമ്മൾ നീതി ഏത് ഭാഗത്താണോ ഉള്ളത്, ശരി ഏത് ഭാഗത്താണോ ആ ശരിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ എല്ലാ വിഭാഗം അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ട്. ഈ അതിജീവിതമാരെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന രീതിയോട് അതിൽ ആൺ പെൺ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ കമൻറ്റ് ബോക്സുകളിലൊക്കെ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ശരിയായിട്ടുള്ള അക്കൗണ്ടുകളുള്ള ഒരുപാട് സ്ത്രീകൾ വളരെ മോശം കമൻറ്റുകൾ ഇടുന്ന സ്ത്രീകളുണ്ട്. ഈ അതിജീവിതയെ വളരെ മോശമായിട്ട് അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ ഇടുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട്. അവിടെ ആൺപെണ്ണ് വ്യത്യാസമില്ല. പക്ഷെ നമ്മൾ ആൺപെണ്ണ് വ്യത്യാസം കാണില്ല. നീതി എവിടെയാണോ, ശരിയായ ഭാഗം എവിടെയാണോ അതിന് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കിപ്പം ചേരുന്ന ശ്രീമയാണ്. എനിക്ക് തോന്നുന്നു ഒരു പൂർവ്വകാലം പരിശോധിച്ച് കഴിഞ്ഞാൽ IFFKയുടെ ആദ്യ കാലഘട്ടത്തിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ദൃശ്യതയ്ക്ക് വേണ്ടിയിട്ട് ജെൻഡർ ബെൻഡർ എന്നുള്ളൊരു ഓപ്ഷനിൽ സിനിമയൊക്കെ കാണാൻ വന്നിരുന്ന, ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്ത് തുറന്നു പറഞ്ഞ് വന്നിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. വലിയ സന്തോഷം, അതിലേറെ അഭിമാനമുണ്ട് ഒപ്പം നിന്ന് സംസാരിക്കാൻ സാധിക്കുന്നതിൽ. നമ്മളിപ്പം ചോദിക്കുന്നത്, ഇവിടെ നമ്മൾ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു പോരാട്ടം കാണുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അങ്ങനെ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകൾ കൂടി ആക്രമിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കാണുന്നത്. കോടതി വിധിയെ കണ്ട സമയത്ത് നമ്മൾ ഇത്രത്തോളം അധപ്പതിച്ചോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. കോടതി വിധി സത്യം പറഞ്ഞാൽ നമ്മൾ ജുഡീഷ്യറിയെ വെല്ലുവിളിക്കുന്നത് പോലെയായിപ്പോൾ നമ്മൾ ആ രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്യുക, അതിനൊരു കൃത്യമായിട്ടൊരു സാധൂകരണം ഉണ്ടാവുക എന്നുള്ളത് നമ്മളെല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. നമ്മളെല്ലാവരും അതിജീവിതയോടൊപ്പം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ചില നിമിഷങ്ങൾ നമ്മൾ നിസ്സഹാരായി പോകാറുണ്ട്. ഇപ്പോൾ പലതരത്തിലുള്ള വിധികൾ വരാറുണ്ട്, പലതിനും പല സ്വഭാവമായിരിക്കും. പക്ഷേ ഇത് നമ്മൾ 8 വർഷത്തോളം നമ്മൾ പലരും ഭൂരിപക്ഷം ആളുകൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു വിധിയല്ല നമുക്കാർക്കും വന്നത്. അപ്പോൾ അത് തെളിവുകളുടെയും അതുപോലെ തന്നെ സാക്ഷികളുടെയും ഒക്കെ കൃത്യം ഒരു അഭാവമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. പക്ഷേ ആദ്യകാലങ്ങളിൽ ഇദ്ദേഹത്തിന് ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളെ റിമാൻഡ് ചെയ്തല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള പല മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു കാലം കടന്നു പോകുന്നതിനനുസരിച്ച് പലരും സാക്ഷിമൊഴികളിൽ നിന്ന് മാറുന്നത് നമ്മൾ കണ്ടു, കൂറുമാറുന്നത് കണ്ടു. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി, അതായത് ഈ സാക്ഷിമൊഴികൾ മാറ്റി മാറ്റി പറയുന്ന രീതികൾ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്തായാലും ഉണ്ടാവണമെന്നുള്ളത്. ഇപ്പോൾ ശ്രീമയെ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് പലപ്പോഴും ഈ പറഞ്ഞ പ്രതിക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു വലിയൊരു പോയിന്റ് എന്നുള്ളത്, നിങ്ങൾ എന്തുകൊണ്ട് ആദ്യ പ്രതികളെ അംഗീകരിക്കുന്നില്ല, ഈ 7ാം പ്രതിയിലേക്ക് എത്തുന്ന സമയത്ത് അത് മാത്രം വലിയൊരു ബുദ്ധിമുട്ടാകുന്നു എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ എപ്പോഴും ഓപ്പണായിട്ട് സംസാരിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞ എല്ലാ പ്രതികളും. അപ്പം അതിന് ശ്രീമ ഈ വിഷയത്തിൽ ആദ്യ പ്രതികളെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഒരിക്കലും ആദ്യ പ്രതികളെ അംഗീകരിച്ചു എന്ന് വെച്ചിട്ട് അതിനകത്ത് പിന്നെ തുടർന്ന് വരുന്നവരാരും അതിൽ പ്രതികളല്ലാതാവുന്നില്ലല്ലോ. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ വാദിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരുപാട് സ്വാധീനമുള്ള വ്യക്തിയാണ്. നമ്മളൊരു താരാരാധനയും അല്ലെങ്കിൽ നമ്മൾ അത്രയും ആരാധനയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ആരാധകരായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഫാൻസ് ആയിരിക്കും. എന്ന് വെച്ചിട്ട് ഒരു പദവിയിൽ നിൽക്കുന്ന ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ പോലും അത് തെറ്റായി മാറുന്നില്ലല്ലോ. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു താരപദവിയിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു കാര്യം, നമ്മളൊരു കേസുമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് പോകുക എന്ന് പറയുന്നത് ശരിയുള്ള കാര്യമല്ല. നീതിയും നിയമവും എല്ലാവർക്കും തുല്യമായിട്ടുള്ളതാണ്. അതിപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ആളാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും എല്ലാവർക്കും തുല്യമായിട്ട് വരണമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് 7ാം പ്രതിയാണെന്ന് വെച്ചിട്ട് അദ്ദേഹത്തെ അങ്ങ് ചെറിയൊരു രീതിയിൽ അങ്ങ് മാറ്റിക്കളയുക എന്നുള്ളതല്ല. അദ്ദേഹം സമൂഹത്തിൽ ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. അദ്ദേഹം എന്തുകൊണ്ട് ആ ഒരു 7ാമത്തെ പ്രതിപട്ടികയിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതിന് ഒരുപാട് സർക്കംസ്റ്റാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. ഉറപ്പായിട്ടും എനിക്ക് വലിയൊരു സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ IFFK വേദിയിൽ വലിയ അഭിമാനത്തോടു കൂടി, അതെ, ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ മനുഷ്യർ ഉള്ളിലല്ല, ആദ്യത്തെ IFFK വിഷയത്തെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ച റിപ്പോർട്ടറാണ് നമുക്കൊപ്പം നിൽക്കുന്നത്. അവിടെ നിന്നാണ് ഒരു ശിക്ഷ എന്ന രീതിയിൽ ഒരു ഗുരുസ്ഥാനീയനാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട്, നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട്
IFFK-യുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കുറേ അധികം ട്രാൻസ്ജെൻഡർ ക്യൂർ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ആ ഇടത്ത് IFFK കുറച്ചും കൂടി ഒരു വിസിബിലിറ്റി നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ സിനിമകളിലേക്ക് എത്തുന്ന സമയത്ത് ആ വിസിബിലിറ്റി നമുക്ക് തീരെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള വലിയൊരു പരിമിതി കൂടിയുണ്ട്. ഈ വിഷയത്തിൽ എങ്ങനെയാണ്, എന്താണ് അഭിപ്രായം? അത് എൻ്റെ ഒരു പരാതി തന്നെയാണ്. 2016 സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഈ ക്യൂർ മനുഷ്യരെ കൂടെ, പ്രത്യേകിച്ച് ട്രാൻസ് ആയിട്ടുള്ള ആളുകളെ കൂടെ ഈ ഒരു IFFK-യുടെ ഭാഗമായിട്ട് നമ്മൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു കമൽ സാറായിരുന്നു ആ സമയത്തെ ഈ IFFK-യുടെ മേധാവി, ചലച്ചിത്ര അക്കാദമിയുടെ മേധാവിയായിരുന്നത്. ആ സമയത്ത് ഈ ജെൻഡർ ബെൻഡർ എന്നൊരു വിഭാഗം തന്നെ പ്രത്യേക ഒരു വിഭാഗമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടെന്ന് വെച്ചാൽ ഒരുപാട് സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ വർഷം എനിക്ക് തോന്നുന്നു ഒരു തായ് മൂവിയിൽ അഭിനയിച്ച ആക്ടറിനായിരുന്നു മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത്. അദ്ദേഹം ഒരു ട്രാൻസ് കഥാപാത്രനെയാണ് പോർട്രേ ചെയ്തത്. അപ്പോൾ അന്ന് ഞങ്ങൾ ഒരുപാട് പേര് ഈ തിയേറ്ററുകൾ നോക്കി പോയി, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് പേര് ചെന്ന് ആ സിനിമ കാണുമായിരുന്നു, ആ സിനിമകൾ കാണുമായിരുന്നു. പക്ഷേ അടുത്ത വർഷം മുതൽ അത്തരം സിനിമകളുടെ ഒരു കുറവ് കണ്ടിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചലച്ചിത്ര മേളകളാണ് എല്ലാ രാജ്യങ്ങളിലെയും അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ സംസ്കാരം നമുക്ക് തുറന്നു കാണിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ലോക സിനിമാ സംസ്കാരത്തിനകത്ത് ലിംഗ, ലൈംഗിക അല്ലെങ്കിൽ വർഗ വ്യത്യാസമൊന്നുമില്ല, എല്ലാം തുറന്നു കാണിക്കണമെന്ന് തന്നെയാണ്. അപ്പോൾ അത്തരം സിനിമകൾ ഇനിയും ഷോയുടെ ഭാഗമാവണമെന്നൊരു ആഗ്രഹിക്കുന്നുണ്ട്. 2016 അന്ന് കണ്ട അതുപോലെ അത്രയും ആ ഒരു തീഷ്ണതയിൽ ക്യൂർ മനുഷ്യരുടെ കഥകൾ പറയുന്ന സിനിമകൾ ഇല്ല എന്നുള്ളൊരു പരാതി എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഈ പറഞ്ഞ ക്യൂർ സിനിമകൾ ഇല്ല എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ ക്യൂറായിട്ടുള്ള മനുഷ്യരുടെ റെപ്രസെൻറ്റേഷനും വളരെ കുറവാണ്. ഇപ്പോൾ മലയാള സിനിമ പരിശോധിച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്കകത്ത് പൊളിറ്റിക്സ് പറയുന്നുണ്ടെങ്കിൽ അവിടെ എത്ര ക്യൂർ മനുഷ്യർ അഭിനയിച്ചു, ഇല്ല അവരുടെ റെപ്രസെൻറ്റേഷൻ എത്രത്തോളം വന്നു എന്നുള്ള വലിയൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ശ്രീമി ഈ പറഞ്ഞ പോലെ സീരിയൽ സിനിമ മേഖലയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം നമ്മൾ മുന്നോട്ട് പോകുന്ന ചില വിഭാഗമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അത് പിറകോട്ട് പോകുന്ന പോലത്തെ ഒരു ഫീൽ എപ്പോഴും സിനിമയ്ക്കകത്ത് തോന്നിയിട്ടുണ്ടോ? അല്ല, കാലം കഴിയുന്നതനുസരിച്ച് എല്ലാ വിഭാഗത്തിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തും. അതിൻ്റെയൊക്കെ ദൃഷ്ടാന്തങ്ങളാണ് നാദരയും അതുപോലെ അമയൊക്കെ സൈബർ ഇടങ്ങളിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയിലൊക്കെ ഒരുപാട് നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മൾ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ്. അപ്പം നമ്മളെ ഒരിക്കലും മാറ്റി നിർത്താനോ അല്ലെങ്കിൽ നമ്മളെ ഒരു ഭാഗത്തു നിന്ന് കണ്ടില്ല എന്ന് നടിക്കാനോ ഒരിക്കലും സമൂഹത്തിനോ ചലച്ചിത്ര മേഖലയ്ക്കോ കഴിയില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ സൂപ്പർ താരങ്ങൾ പോലും ക്യൂർ മനുഷ്യരുടെ കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം മമ്മൂട്ടി പോലുള്ള താരങ്ങൾ പോലും ക്യൂർ മനുഷ്യരുടെ കഥാപാത്രങ്ങൾ ചെയ്യാൻ യാതൊരു മടിയുമില്ല. ഒരു കാലത്ത് അത്തരം വേഷങ്ങൾ ചെയ്യാൻ മടിച്ചു നിന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു നമ്മുടെ സിനിമാ മേഖലയിൽ. കാര്യം അത്തരം വേഷം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതുപോലൊരാളെ ടൈപ്പ് കാസ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ഭയം കൊണ്ട് പല താരങ്ങളും മടിച്ചു നിന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം വരുന്നുണ്ട്. ഈ സൂപ്പർ താരങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള പലരും ഈ ഒരു ചലച്ചിത്ര ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്, മേഖലയുടെ ഭാഗമായി വരുന്നുണ്ട്. പക്ഷേ അർഹമായിട്ടുള്ള സ്ഥാനം കിട്ടുന്നുണ്ടോ, പരിഗണന കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. തീർച്ചയായിട്ടും ഇനിയും അവസരങ്ങൾ കിട്ടാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവസരങ്ങൾ ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങൾ സിനിമ മേഖല അധികാരപ്പെട്ട ആളുകളാണ്. പ്രത്യേകിച്ച് സിനിമകൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാകുന്ന സമയത്തോ അതിൽ മറ്റ് വർക്ക് എന്തെങ്കിലും നമ്മളിപ്പോൾ കോസ്റ്റ്യൂമറായിട്ടോ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടോ ഒക്കെ തന്നെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരും കൂടി നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമ ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും ഒക്കെ തന്നെ.